ഭൂട്ടാൻ വാഹനക്കടത്ത് കേസ് അത് ഈ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന വലിയൊരു തട്ടിപ്പായി തന്നെ മാറുകയാണ്. കാരണം ഈ അന്വേഷണം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയൊക്കെ ഇവിടെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് കേരളത്തിനെ പുറത്തേക്കും നീങ്ങുകയാണ്. കാരണം ഈ കണ്ടെത്താനുള്ള കാറുകളുണ്ടല്ലോ, അതിൽ ചിലതൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റി എന്നുള്ള നിർണായകമായ വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നൊക്കെയാണ് ഈ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതായത് 150നും 200നും ഇടയിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി എന്നതാണ് കസ്റ്റംസിൻ്റെ കണക്ക്. അതിൽ ഏകദേശം 39ഓളം വാഹനങ്ങൾ ഇതുവരെ കസ്റ്റംസ് സീസ് ചെയ്തിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ തേടിയിട്ടുള്ള പരിശോധന നടന്നു വരികയാണ്. ഇതിനിടയിൽ കുറച്ചു വാഹനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കസ്റ്റംസിന് ലഭ്യമായി. ഉടമകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം നടക്കുന്നത്. കർണാടക, തമിഴ്നാട് കസ്റ്റംസ് യൂണിറ്റുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കസ്റ്റംസ് കൈമാറിയിട്ടുണ്ട്. ഇതോടൊപ്പം പോലീസിന്റെ അടക്കം അസിസ്റ്റൻസ് കസ്റ്റംസ് തേടിയിരുന്നു. മാത്രമല്ല ചെക്ക് പോസ്റ്റുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെ കസ്റ്റംസും നേരിട്ട് സംസ്ഥാന അതിർത്തിയിൽ, കേരള അതിർത്തിയിൽ നിരീക്ഷണവും ഒക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് കസ്റ്റംസിന് മുന്നിലുള്ള ദൗത്യം. ഇതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട് ചില വാഹനങ്ങൾ നേരത്തെ ദുൽഖർ സൽമാന്റെ പക്കലുള്ള വാഹനങ്ങൾ കസ്റ്റംസ് സീസ് ചെയ്തിരുന്നു. 3 വാഹനങ്ങൾ എന്നതാണ് കസ്റ്റംസ് നേരത്തെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ സീസ് ചെയ്തത് 4 വാഹനങ്ങൾ കണക്കിലുണ്ട് കസ്റ്റംസിൻ്റെ ദുൽഖറിൻ്റെ കയ്യിലുള്ളതായി എന്നതാണ് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ നേരത്തെ ഹൈക്കോടതിയിൽ പോയിരുന്നു. വാഹനം സീസ് ചെയ്ത നടപടിക്കെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ പോയത്. വിട്ടുകിട്ടണമെന്നതടക്കമായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തിൽ കൗണ്ടർ അഫിഡവിറ്റ് നൽകാനിരിക്കുകയാണ് കസ്റ്റംസ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പരിശോധനയും നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കസ്റ്റംസിന് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കിട്ടുന്നത് കൃത്യമായി പറഞ്ഞാൽ 1 വർഷങ്ങൾക്ക് മുൻപാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതായത് അന്ന് ഈ കോയമ്പത്തൂർ റാക്കറ്റുമായി ബന്ധപ്പെട്ട് 3 പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അന്ന് 10 വാഹനങ്ങളാണ് കസ്റ്റംസ് സീസ് ചെയ്തത്. 2024 ജൂണിലായിരുന്നു ഈ സംഭവം. തുടർന്നാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ വ്യാപക റെയ്ഡിലേക്ക് കസ്റ്റംസ് വരികയും ചെയ്തത്. അന്നാണ് ഇത്തരത്തിൽ സിനിമാ താരങ്ങൾക്കടക്കം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന കാര്യവും കസ്റ്റംസിന് ബോധ്യമാകുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.